بسم الله الرحمن الرحيم. In the name of Allah, the Beneficent, the Merciful. جدد حياة القلب بالقرآن. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം നാം ഏവരിലും വർഷിക്കുമാറാവട്ടെ. വിശുദ്ധമായ റമദാൻ മാസം വിട ചൊല്ലുകയാണ്. റമദാൻ ഇന്നലെ വന്നു, വിരുന്നുകാരനായി വന്നു. ഇതാ റമദാനിൻ്റെ അവസാന രാപ്പകലുകളിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തി നിൽക്കുകയാണ്. വിശുദ്ധ റമദാൻ വിരുന്നെത്തിയപ്പോൾ പല നിലയ്ക്കതിനെ സ്വീകരിച്ച ആളുകളുണ്ട്. ചില ആളുകൾ റമദാനിൻ്റെ ഓരോ നോമ്പ് തുറക്കുമ്പോഴും എന്താണ് വിഭവങ്ങളെ പറ്റിയുള്ള ചർച്ചകൾ മാത്രമാണ്. നാളെ എന്താണ് നോമ്പ് തുറക്കാൻ, മറ്റന്നാൾ എന്താണ് നോമ്പ് തുറക്കാൻ, അങ്ങനെ അവരുടെ ചർച്ചകൾ നോമ്പ് തുറകളിൽ ഒതുങ്ങുകയാണ്. വേറെ ചില ആളുകളെ പറ്റി പണ്ഡിതന്മാർ പറഞ്ഞു, റമദാൻ എത്തിയിട്ടുണ്ട്, പക്ഷേ അവരതൊന്നും അറിഞ്ഞിട്ടില്ല. റമദാൻ കടന്നു പോകുന്നു, കടന്നുപോയതും അവരറിഞ്ഞിട്ടില്ല. പിന്നെയോ മൂന്നാമതൊരു കൂട്ടരുണ്ട്, അൽ മുക്സിറു വൽ മുഖ്ലിസു ഫിത്താആത്ത്. റമദാൻ എത്തിയപ്പോൾ അവരത് അറിഞ്ഞിട്ടുണ്ട്, അവരതിനു വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. അവരുടെ ഇബാദത്തുകളിൽ നന്നായി വർധനവ് വന്നിട്ടുണ്ട്, അവരുടെ ഇഖ്ലാസ് നന്നായി വർദ്ധിച്ചിട്ടുണ്ട്, അവരുടെ തഖ്വ നന്നായി കൂടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളാകാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ചില നോമ്പുകാരെ പറ്റി പറയുന്നുണ്ട്, നമ്മൾ ചിന്തിക്കണം. ഈ റമദാൻ നമ്മിൽ നിന്ന് യാത്രയാകാൻ കാത്തു നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില ആളുകൾ നോമ്പെടുക്കുന്നു, അവരുടെ വിശപ്പും ദാഹവും മാത്രം അവർക്ക് ബാക്കിയായി എന്നതല്ലാതെ ഒന്നും നോമ്പ് കൊണ്ടവർ നേടിയിട്ടില്ല എന്ന്. അവരുടെ കണ്ണുകൾക്ക് നോമ്പില്ല, അവരുടെ കാതുകൾക്ക് നോമ്പില്ല, അവരുടെ മനസ്സുകൾക്ക് നോമ്പില്ല, അവരുടെ ചിന്തകൾക്ക് നോമ്പില്ല. ശരിക്കും നോമ്പെന്ന് പറഞ്ഞാൽ ആമാശയത്തിൻ്റെ നിയന്ത്രണമല്ല, മറിച്ച് ആത്മനിയന്ത്രണമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പ്രിയമുള്ളവരെ, റമദാൻ നമ്മിൽ നിന്ന് യാത്ര പറഞ്ഞ് പോകാൻ കാത്തു നിൽക്കുമ്പോൾ ആത്മനിയന്ത്രണത്തിൻ്റെ നോമ്പുകളായി നമ്മുടെ നോമ്പുകൾ മാറിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഓരോ കർമ്മങ്ങളെപ്പറ്റിയും, നമ്മുടെ രാത്രി നമസ്കാരങ്ങളെപ്പറ്റി, ഇമാമിൻ്റെ പിന്നിൽ നമ്മൾ ദീർഘമായി നിന്ന് നമസ്കരിച്ചിട്ടുണ്ട്. എൻ്റെ തറാവീഹുകൾ സ്വീകരിക്കപ്പെടുമോ? എൻ്റെ ഖുർആൻ പാരായണങ്ങൾ സ്വീകരിക്കപ്പെടുമോ? അള്ളാഹുവേ, നിൻ്റെ മാർഗത്തിൽ സാധ്യമാകുന്നതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്, സ്വതക്കകൾ ചെയ്തിട്ടുണ്ട്. അള്ളാഹുവേ, അതെല്ലാം സ്വീകരിക്കണമേ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നമ്മൾ ഉയരേണ്ട സമയം കൂടിയാണിത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, റമദാൻ എന്ന് പറഞ്ഞാൽ ഷഹറുൽ ഇസ്തിഗ്ഫാറിൻ്റെ, ഷഹ്റു തൗബയുടെ മാസമാണ്. മൻ അദറക റമദാൻ ഫലം യുഗ്ഫർ ലഹു ഫമത. ഒരു മനുഷ്യന് റമദാൻ ആഗതമായിട്ടും അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പൊറുക്കപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു. ഇതേ കാര്യം ജിബ്രീൽ അലൈഹിസ്സലാം, അങ്ങനെയുള്ളവരെ അള്ളാഹു സ്വർഗത്തിൽ നകറ്റിക്കളയട്ടെ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് വലതുകാലെടുത്ത് വെക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്യുന്നത് കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ചിന്തിക്കണം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ തൗബയും ഇസ്തിഗ്ഫാറുകളും സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ആലോചിക്കണം. ആത്മാർത്ഥമായ തൗബകളാണ് ഉയരേണ്ടത്. കേവലം ചുണ്ടിൻ്റെ അനക്കങ്ങളല്ല, നമ്മൾ മനസ്സറിയാതെ പറഞ്ഞു പോകുന്ന വാക്കുകളല്ല, മറിച്ച് ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. അല്ലയോ വിശ്വാസികളെ, മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി നിങ്ങൾ തൗബ ചെയ്യണം. അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുകൾ നിറയണം, മനസ്സുകൾ വിങ്ങണം, ആ തൗബ ആഴത്തിലായിരിക്കണം. ഈ റമദാനിൻ്റെ അവസാന നിമിഷങ്ങളിൽ അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന തൗബയായി മാറിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. അങ്ങനെ തൗബ ചെയ്യാൻ ഓരോ രഹസ്യമായും പരസ്യമായും നമ്മൾ ചെയ്ത കാര്യങ്ങൾ, ചെറുതും വലുതുമായതെല്ലാം അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് കണ്ണുകൾ നിറഞ്ഞ് നമുക്ക് പറ്റിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇനിയുള്ള ദിനരാത്രങ്ങളെങ്കിലും, ഈ ചുരുങ്ങിയ സമയങ്ങളിലെങ്കിലും ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. തറാവീഹുകളിൽ സുന്ദരമായ ഖിറാഅത്തുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഖിറാഅത്തുകൾ നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? ശുദ്ധ ഖുർആനിലൊരായത്തില്ലേ,
ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കേൾക്കുമ്പോൾ, അള്ളാഹുവിനെ പറ്റി പറയപ്പെടുമ്പോൾ അവരുടെ മനസ്സുകൾ കിടുങ്ങുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ അവരുടെ ഈമാൻ വർദ്ധിക്കുന്നുണ്ട്. എല്ലാ പ്രതിസന്ധികളിലും അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് മുമ്പോട്ടവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറയാൻ, അതുപോലെ ഖുർആൻ ഓതാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു പെണ്ണിനെ പോലെ നിങ്ങൾ ആവരുത്. വലാ തകൂനൂ കല്ലത്തീ നഖദത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസാ. സൂറത്തുൻ നഹ്ലിലെ 92-ാം വചനമാണ്. ഒരു പെണ്ണ് നന്നായി നോൽക്കുകയാണ്, നല്ല ഉറപ്പോടുകൂടി. എന്നിട്ടെല്ലാം കഴിഞ്ഞിട്ട് അവൾ അതിൻ്റെ ഇഴകളെല്ലാം പിരിച്ചു കളയുകയാണ്, ഒന്നുമല്ലാത്ത അവസ്ഥയിൽ. ഈ റമദാനിൻ്റെ അവസാന നിമിഷങ്ങളിൽ പ്രിയമുള്ളവരെ, റമദാൻ കൊണ്ട് ഒരുപാട് നമ്മൾ നേടിയിട്ടുണ്ട്, തഖ്വ നേടിയിട്ടുണ്ട്, ഈമാൻ കൂടിയിട്ടുണ്ട്. ഒരുപാട് നമ്മൾ ഓതി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മനസ്സറിഞ്ഞ് ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തു, അല്ലേ? മനസ്സറിഞ്ഞ് നോമ്പെടുത്തു, അങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്തു. പക്ഷേ ഈ റമദാൻ കഴിയുമ്പോൾ അതിൻ്റെ ചൈതന്യം പോകരുത്. ആ ഈമാനും തഖ്വയും നമുക്ക് നിലനിർത്താൻ കഴിയേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ എന്താണ് റമദാൻ നമുക്ക് വേണ്ടി ബാക്കി വെക്കുന്നത്? ഒന്നുമില്ല, ഒരു കാര്യവുമില്ല. റമദാനിലൂടെ വലിയൊരു പരിശീലനം നമ്മളിലുണ്ടായിട്ട് അതെല്ലാം വെറുതെ പോയാൽ എന്ത് കാര്യമാണ്? അതുകൊണ്ട് ഈ പെണ്ണിനെ പോലെ നമ്മൾ ആവരുതേ എന്ന് അള്ളാഹു പറയുമ്പോൾ അത്തരക്കാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നാളെ ഒരു ദിനം വരാനുണ്ട്, അല്ലേ? നാളെ ഒരു ദിനം വരാനുണ്ട്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി. ഓരോ മനുഷ്യനും തൻ്റെ ഉമ്മയെ കൺമുമ്പിൽ കാണുമ്പോൾ അവരെയെല്ലാം വിട്ട്, സ്വന്തം ബാപ്പയെ, സ്വന്തം മക്കളെ, സ്വന്തം ഭാര്യയെ എല്ലാവരെയും വിട്ട് ഓടുകയാണ് തൻ്റെ തടി സലാമത്താക്കാൻ വേണ്ടി. അങ്ങനെയുള്ള ഒരു ദിവസം വരാനിരിക്കുമ്പോൾ അതിനുവേണ്ടിയുള്ള ഏറ്റവും നല്ല ഒരുക്കമാവട്ടെ ഈ റമദാൻ വിട പറയുന്നതിന് മുമ്പ് നമ്മൾ ഓരോരുത്തരിൽ നിന്നും ഉണ്ടാവേണ്ടത്. അള്ളാഹു നമ്മളെ സൗഭാഗ്യവാന്മാരിൽ, എല്ലാം സ്വീകരിക്കപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇന്നത്തെ നമ്മുടെ KKMA സംഘടിപ്പിച്ചിട്ടുള്ള ഈ റമദാൻ ക്വിസിലെ ഈ ചോദ്യം ഇതാണ്: നിങ്ങൾ ശക്തമായി നൂൽ നോറ്റ ശേഷം അത് പിരിച്ചു കളയുന്ന ഒരു പെണ്ണിനെ പോലെ നിങ്ങളാകരുതെന്ന് അള്ളാഹു പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഏത് അധ്യായത്തിലാണ് അള്ളാഹു ആ ഒരു പരാമർശം നടത്തിയിട്ടുള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. جدد حياة القلب بالقرآن كي تطمئن الروح بالإيمان واتلوه بالآناء والسران نعم الجليل.